ഹലോ, അപ്പോൾ ഇന്ന് റമളാനിലെ 17-ാം രാവാണ്. ഒരുപാട് ബർക്കത്തും റഹ്മത്തൊക്കെ ഉള്ള ഒരു ദിവസമാണ്. പക്ഷേ ഞാൻ രാവിലെ ഇതാ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. 5 ദിവസം ഇതാ കുഞ്ഞുമാരുടെ അടുത്ത് ആക്കിയിട്ടാണ് പോയത്. ഞാൻ നേരെ വന്ന് കുഞ്ഞുമാരെ വീട്ടിൽ കയറി. നല്ല ക്ഷീണമുണ്ട്, കുറച്ച് ദിവസമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ വന്നിങ്ങനെ കിടക്കാണ്. ഐതൂട്ടി ആ വീടെടുത്ത് മറിച്ച് വെക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ എന്നുള്ളൊരു പണിയാണ്. ഇല്ല നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി കയറ്റും പോലെ അവനേക്കാളും ഉള്ളൊരു പാത്രം ഇതുപോലെ ഉരുട്ടിയിട്ട് കൊണ്ടുവന്ന് കുഴിയിലിടാനുള്ളൊരു പ്ലാനാണ്. ആ ഒരു ഭാഗത്തിനപ്പുറം അങ്ങോട്ട് കുഴിയാണ് കേട്ടോ. അപ്പോൾ എന്നുള്ളൊരു പ്ലാനാണ്, പക്ഷെ നടക്കാറില്ല. ഈ ഒരു അവസരത്തിലെത്തുമ്പോൾ ഞാൻ കയറി ഇടപെടാറുണ്ട്. അപ്പോൾ ഞാൻ തിരികെ വിളിച്ചപ്പോൾ അവനെന്നെ കളിയാക്കി ഡാൻസ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു. കുറച്ച് നാളായിട്ട് മഴ ഇങ്ങനെ വന്നും പോയും ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല കോള് വരും, പിന്നെ പെയ്യത്തില്ല. പക്ഷെ ഇന്ന് എന്തായാലും അടിപൊളിയായിട്ട് പെയ്തു കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഐദൂസ് പുറത്തെ കളികളൊക്കെ അവസാനിപ്പിച്ചിട്ട് അകത്ത് കയറി കേട്ടോ. എന്നിട്ട് ഇതേ ഫ്രിഡ്ജിൽ പോയി മുട്ട എടുത്തിട്ട് വന്ന് തട്ടിപ്പൊട്ടിച്ച് തറയിൽ വീഴ്ത്തിയിട്ടുള്ള തീറ്റയാണ്. ഇതൊക്കെ തന്നെയാണ് ഇവൻ്റെ പരിപാടി. ഒരു രക്ഷയില്ലാത്ത കുരുത്തക്കേടാട്ടോ. അവിടെ അത്ര ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോയി കളയാന്ന്. വീട്ടിലേക്ക് പോയി ഇറങ്ങിയപ്പോഴേക്കും ഉമ്മാമ ചീക്കി വെച്ച ഒരു കെട്ട് ഓല അത് എടുത്ത് കുഞ്ഞാവാവയാണെന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചു. പിന്നെ അത് തലയിൽ വെച്ചു. നിനക്ക് വേണ്ടേ? ഇതെടുക്കാമോ? കുഞ്ഞാവാവയാണെന്ന് കൊണ്ടുപോകണം. കുഞ്ഞാവാവേ നടന്ന് പോണാ? കുഞ്ഞാവാവേണ കൈയിരിക്കണ പാട്ട് പാടി കൊടുത്താൽ കുഞ്ഞാവാവയ്ക്ക്. നോക്കുന്നതാ തറയിൽ നോക്കടാ. അങ്ങനെ ആശാൻ പാട്ടും പാടി വന്നു കിടന്ന് ഉറങ്ങി കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ പായസം ഉണ്ടാക്കി. ഇന്ന് 17-ാം രാവല്ലേ, അപ്പോൾ ഉപ്പാപ്പാക്ക് വേണ്ടിയിട്ട് ഹദിയ ചെയ്യണം. നമ്മൾ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ഉപ്പാപ്പാക്ക് വേണ്ടിയിട്ട് നമ്മൾ യാസീൻ ഓതി ഹദിയ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ ഉപ്പാപ്പ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെപ്പോലാണ് എന്നും ഉപ്പാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എന്താണ് കഴിക്കുന്നത് അതൊക്കെ ഉപ്പാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ എന്തുണ്ടാക്കിയാലും ഉപ്പാപ്പാക്ക് യാസീൻ ഓതി ഹദിയ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഈ 17-ാം രാവ് കടന്നു പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.